ചങ്ങന്മാരെ എന്തൊക്കെയുണ്ട്, സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ പെരുന്നാൾ ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോസാണ്. ഇത് നമ്മുടെ സ്വന്തം നാടായ ബണപ്പത്തടുക്ക ബദ്രിയ ജുമാ മസ്ജിദ് പള്ളിയുടെ അകത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ പള്ളിയുടെ അകത്തെ കാഴ്ചയും, അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും, അതുപോലെ തന്നെ പള്ളി പരിസരവും ഖബർസ്ഥാനും, ഇങ്ങനെ കുറച്ച് ചുരുങ്ങിയ ഒരു കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാനായിട്ട് മേലെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് വീഡിയോസും ഫോട്ടോസും ആയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതാ ഇത് പള്ളിയും അതുപോലെ തന്നെ പള്ളി പരിസരവും കുറച്ച് ഖബർസ്ഥാനുമാണ് കാണിച്ചിരുന്നത്. പിന്നെ ഈ കാണുന്നത് മുക്കാമാണ്. ഇവിടെ ഏപ്രിൽ 11-ാം തീയതി ഉറൂസ് നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഏവരെയും, ഈ വീഡിയോ കാണുന്ന ഏവരെയും സാദരം ക്ഷണിക്കുകയാണ്. ഇതാ നമ്മുടെ ബണപ്പത്തടുക്ക ബദ്രിയ ജുമാ മസ്ജിദ് കണ്ടല്ലോ, ഇത് അവിടുത്തെ ഖബർസ്ഥാനാണ്. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാ സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഓക്കെ, അവർ നല്ല തമാശയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഈ ഒരു കാഴ്ച കാണിച്ചു തരിക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇത് ഗൾഫിലുള്ള ഒരുപാട് നമ്മുടെ നാട്ടുകാർ തന്നെ കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നും. ഒരുപാട് അവർ 2-3 വർഷമൊക്കെ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ, ഇങ്ങനെ ഫുള്ളായിട്ടൊരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു മനോഹരമായ കുളിർമയുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഞങ്ങളെ ബണപ്പത്തടുക്ക നാട്ടിൽ മാത്രമല്ല, എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. പിന്നെ നമ്മുടെ ചാനലായ BA ഗ്രൂപ്പ് 123 അതുപോലെ തന്നെ BA ഗ്രൂപ്പ് 111 ഈ 2 ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ സ്ഥലത്തിൻ്റെയും മറ്റൊരുപാട് വെറൈറ്റി കാര്യങ്ങളുമായിട്ടാണ് ഇനി വരുന്ന വീഡിയോസ്. എല്ലാ മതസ്ഥരതും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി വരുന്ന വീഡിയോ. അത് ഞാൻ നേരത്തെ ഒരിക്കൽ ഒന്നും കൂടി പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടിയാണ്, മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ജാതി മതഭേദമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് BA ഗ്രൂപ്പ്. അതുപോലെ തന്നെ BA ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും അങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തുള്ള പല മതസ്ഥരും മെമ്പർമാരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് BA ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ, ഇതുവരെയും നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായ BA ഗ്രൂപ്പ് 123 കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് സ്ഥലത്തിൻ്റെ വീഡിയോസ് ആയിരുന്നു. വിൽപ്പനയുടെ സ്ഥലവും അതുപോലെ തന്നെ വീടും മറ്റു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇനി നമ്മുടെ 2 ചാനലും മിക്സായിട്ടാണ് ഇനി വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അവിടെയുള്ള ഷോപ്പാണ്. കണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ പേരൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരുപാട് പാടുപെടും. കാരണം ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഈ കാണുന്ന ആൾക്കാരുടെ ഒന്നും പേര് പറയുന്നില്ല. അപ്പോൾ പേര് പറഞ്ഞാൽ ചില ആൾക്കതൊരു വിഷമം തോന്നും. ആരാണ് ഇവരൊക്കെ പേര് പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ല, എൻ്റെ പേര് വിട്ടുപോയി, അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നത് കൊണ്ട് ആരുടെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നില്ല. അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന ഓരോരോ ആൾക്കാർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം. എന്താ ഈ കാണുന്നത് നമ്മുടെ പള്ളിയിലെ മുക്രി ഉസ്താദാണ് ആ കണ്ടത്, അതായത്. ഓക്കെ, അപ്പോൾ ഖത്തീബ് ഉസ്താദിനെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്താ കണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ അടുത്ത കൂട്ടുകാരാണ്.
ഇത് കാണുന്നത് എൻ്റെ മകനാണ്. ഓക്കെ, എൻ്റെ ചെറിയ മകനാണ്. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ സൗണ്ടായിട്ട് കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ മുക്കരി ഉസ്താദാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയാം. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. രണ്ട് ചാനലിൻ്റെ പേരും ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ആൾക്കാർ ഇത്രയൊന്നും അല്ല, നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ഇവിടെ നിന്ന് വരുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഫുള്ളായിട്ട് ആളെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കുറേ ആളൊക്കെ വണ്ടിയിൽ കയറി പോയതാണ്. അപ്പോൾ ഉള്ളവരെ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പരമാവധി ആൾക്കാരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.